കോണ്ടാക്ട് ഫുള്ളും അവര്. ഞാനിങ്ങനെ വിളിച്ചെന്നാണ് എന്റെ സിം എല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ എനിക്ക് ഞാനെ വിളിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അതെല്ലാം എന്റെ ഫോണിൽ നശിപ്പിച്ച് ആരെയും വിളിക്കാൻ ഒരു നമ്പർ ഫോണിലില്ലാതായി പോയി. പിന്നെ ഇവിടെ പാലായിലുള്ള ഒരു പുള്ളിക്കാരി, തൃശ്ശൂരുള്ളൊരു അവിടെ കവാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഓഫീസ്. അവിടെ ഏജൻസിയിലായിരുന്നു എന്നെ കൂട്ടിയിട്ടുകൊണ്ടിരുന്നത്. ഇതിന് പരാതി ചെന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ വലിച്ച് റോട്ടിൽ കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ഞാൻ പിന്നെ അവിടെ നിന്ന് ടാക്സി കയറിയ ഇന്ത്യൻ എംബസിയുടെ ഷട്ടറിൽ വന്നു. 26 ദിവസം ഇറക്കി വലിച്ചു. എന്റെ കൈയെല്ലാം ചതഞ്ഞ് കിടക്കുമായിരുന്നു ഉപദ്രവിച്ചിട്ട്. പുറത്തിട്ട് റോഡിൽ താഴെ റോഡിൽ മെയിൻ റോഡിൽ കൊണ്ടുപോയിട്ടെന്നെ. ഈ പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കൊണ്ടുപോയി സറണ്ടർ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. പക്ഷെ എന്നെ വലിച്ചിറക്കി. എന്നിട്ട് അവരെന്നെ കാണാതെ പോയതുകൊണ്ട് അവര് പരാതി കൊടുത്തു. അങ്ങനെയാണ് എന്നെ വിട്ടിരുന്നത്. ഇന്ത്യൻ എംബസിയുടെ ഷട്ടറിൽ ഞാൻ 26 ദിവസത്തോളം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളെ അവിടത്തേക്ക് പാസ്പോർട്ട് ഒന്നും കിട്ടിയില്ല. വൈറ്റ് പാസ്പോർട്ട് എടുത്ത് അടുത്ത നെക്സ്റ്റ് പരിപാടി ഡിപ്പോർട്ടേഷൻ സെന്ററിൽ കൊണ്ടുപോയി. അവിടെ 6 ദിവസം കഴിഞ്ഞ് കയറി വരാൻ പുറത്തുണ്ടായിരുന്നു. അന്നേരം കോവിഡ് ആണോ യുദ്ധമാണോ അവിടെ ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അല്ലെ അന്ന് ഞാൻ കൊച്ചു മരിക്കുന്ന അന്ന് രാവിലെ ഞാൻ ഇവിടെ വരേണ്ടതാണ് ചൊവ്വാഴ്ച. അവിടെ ഒത്തിരി ഒരു വിനോദ് ചന്ദ്രൻ, ഇടുക്കി മലയാളം അസോസിയേഷൻ്റെ ആൾക്കാർ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. പക്ഷെ എനിക്ക് ആരെയും കാണാനോ ഞാനിത് പിന്നെ ഒരു വിനോദ് ചന്ദ്രൻ ഉള്ളു. ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. പക്ഷെ ഈ ഏജൻസിയിലുള്ള സ്റ്റാഫ് പോലും നമ്മളിങ്ങനെ ഒരാൾ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ പോലും മോശമായിട്ടുള്ള രീതിയിൽ എന്നോട് പറഞ്ഞത്. ഞാൻ ഈ ഏജൻസിയിലെ സ്റ്റാഫ് രജനി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ആ പുള്ളിക്കാരി എന്നെ വെളിയിലിറക്കിയപ്പോ ഉപദ്രവിച്ചത്. മലയാളിയാ. അവര് അവിടുന്ന് വോയിസ് മെസ്സേജ് ഇവര് പലരെ ഇതുപോലെ വിളിക്കുന്നത്. അപ്പൊ പത്തനംതിട്ട വീട്ട് ആന്റോണി ഇടപെട്ടിട്ടാണ് എങ്ങനെ ഇതുപോലെ പലരെയും കൊണ്ടുപോയിട്ട് അവർ ചതിക്കുന്നുണ്ടോ. അവര് അവരുടെ ഒരു പരാതി കൊടുക്കുന്നുണ്ടോ? ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഏജൻസിയുടെ ചതിക്കുഴിപ്പെട്ട് ചിലപ്പോ അവിടെ ഹവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ 2 പേരെ എന്നെ കൊണ്ടുപോയത്. ഒന്നൊരു ബീനായും ഒരു തൃശ്ശൂർക്കാരെ അബ്ദുൽ നാസറും. ഈ ബീന എന്ന് പറഞ്ഞ സ്ത്രീ എന്നോട് പറഞ്ഞു അവിടെ വീടിനടുത്തുള്ള വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. വീടിനടുത്തുള്ളവര് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. അവരോട് ഞാൻ കാല് പിടിച്ച് ഞാൻ പറഞ്ഞ ചേച്ചിക്കൊക്കെ പൈസ ചെലവായിട്ടുണ്ട്. ഞാനൊരു 3 തവണയെങ്കിലും ചേച്ചി നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി എടുത്തിട്ട് ഞാനത് തിരിച്ചു തന്നോളാം. എന്നെ കയറ്റിവിടാൻ ഞാൻ കരഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു അടുക്കളപ്പണിയും എനിക്ക് ക്ലീനിങ്ങും എല്ലാം കൂടെ നമ്മളെങ്ങനെ പോയാലും ഒരു 10-17 മണിക്കൂർ നമുക്ക് ജോലിയുണ്ട്. നമ്മൾ പറയുന്ന 12 അല്ല അത്രയൊന്നും അല്ല, അത് കൂടുതൽ സമയം നമുക്ക് ജോലിയുണ്ട്. പക്ഷെ എനിക്ക് ആ വീട്ടുകാരോട് പരാതിയില്ല. കാരണം അവര് ഏജൻസി ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഏജൻസിക്കാരാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നത്. എന്നിട്ട് പുറത്തിറക്കി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നിന്നെ ബാൻ ചെയ്ത് വിടൂ എന്ന് പറഞ്ഞിട്ട് ഇസ്മയിൽ എന്ന് പറഞ്ഞ അവിടെ ഏജൻസി നടത്തുന്ന പുള്ളി ഇസ്മയില്. ആ പുള്ളി എന്നോട് പറഞ്ഞു നിന്നെ ബാൻ ചെയ്ത് വിടും, നിന്നെ നാട്ടിൽ കയറി വിടും. രജനി പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നിന്നെ വിടത്തില്ലെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും നിന്നെ കയറ്റി വിടത്തില്ല. അവിടെ തന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തിട്ട് പറഞ്ഞു ഈ മര്യാദയ്ക്ക് ഇറങ്ങിയിട്ട് ജോലിക്ക് പോയില്ലെങ്കിൽ എന്നെ കേസിൽപ്പെടുത്തിയ പോലെ നിന്നെയും പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ആ പെണ്ണൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരു കൊല്ലങ്കാരി ചേച്ചിക്ക, പിന്നെ വേറെ ഒരു ലത എന്ന് പറഞ്ഞ ചേച്ചി, എല്ലാം ഈ ഏജൻസിയുടെ തട്ടിപ്പിനിരയായിട്ട് വന്നിട്ടുണ്ട്. എന്തോ നമ്മള് പൈസ കൊടുത്തില്ല. പക്ഷെ ഈ അറബി വീട്ടിൽ നിന്ന് ഇവര് പൈസ ഏജൻസിക്കാര് 2 ലക്ഷം രൂപ എന്നോട് 2 ലക്ഷം രൂപ കൊടുത്താൽ നിന്നെ പറഞ്ഞു വിടാന്ന് പറഞ്ഞ തിരിച്ച് ഏജൻസിക്കാര് പറഞ്ഞു. പക്ഷെ നമ്മളെ തുച്ഛമായ ടിക്കറ്റ് ചാർജും വിസയുടെ കുറച്ച് പൈസയെ അവർക്ക് ചെലവായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ കമ്മീഷനായിട്ട് എടുത്ത പൈസകളാണ്. അതും കൂടെ ഞാൻ കൊടുക്കാനാ പറയുന്നത്.
അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഇന്ത്യൻ എംബസിയിൽ വന്ന് പാസ്പോർട്ട് ഇല്ലാതെ കിടപ്പുണ്ട്. എംബസിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സഹകരണമുണ്ട്. ഈ കൂടെ തന്നെ വേറൊരു കേസ് തൊടുപടിയുള്ള ഒരു പാർട്ടിയുടെ അത് ഈ ഏജൻസി ആണെന്നാ കേട്ടേക്കുന്നത്. സെയിം ഏജൻസി ആണെന്നാ ഇസ്മയിലും വെളിയിൽ ഇറങ്ങിയപ്പോ നമ്മളെ നല്ല രീതിയിൽ തന്നെ മോശമായിട്ട് പറഞ്ഞു. പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ എന്നെ വലിച്ചിറക്കി വിട്ടതും എന്റെ ഫോണിൽ ഇതെല്ലാം പിടിച്ചു വാങ്ങിയതും എല്ലാം അവിടെ സത്യമായിട്ട് ക്യാമറയ്ക്കകത്ത് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ കളഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതെല്ലാം ഉണ്ട്. അതെല്ലാം അറിയില്ല. അത് നശിപ്പിച്ചോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവരുടെ ഈ ഏജൻസിക്ക് ഈ വിദേശകാര്യ വകുപ്പിന്റെ ഇതൊക്കെ അവർ എടുക്കുന്നുണ്ട്. അവർ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. അതിനാണെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ ഉണ്ടായ അനുഭവം വെച്ചൊരു പരാതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവർ കാണിക്കുന്ന തട്ടിക്കുന്ന പറഞ്ഞവർ കൊല്ലാക്കൊല ചെയ്തതിന് തുല്യമല്ലേ. ഏജൻസി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല. നമ്മുടെ മുറി പൂട്ടിയിട്ട് ഞാൻ ഞങ്ങൾ എന്നിട്ട് AC-ക്കകത്ത് നമ്മൾ രാവിലെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിലിരുത്തും. അവര് പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളാം. AC-ക്കകത്ത് ഇരുന്ന് തണുത്ത് മരച്ചാ ഞങ്ങൾ വൈകിട്ട് വരെ ഇരിക്കുന്നത്. ഒരേ ഇരിപ്പ് തന്നെ. അങ്ങനെ ഞാനൊരു 4 ദിവസത്തോളം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏജൻസി 4 ദിവസം ഉണ്ടായിരുന്നു. ഒരു വ്യാഴാഴ്ച അറിയുന്നു പരാതി കൊടുത്തെന്ന് ഇവരറിയുന്നു. അന്ന് തൊട്ടേ ഞാൻ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കും. ശനിയാഴ്ച വരെ ഞാൻ ഒരു വക കഴിച്ചില്ല. വ്യാഴാഴ്ച വൈകിട്ട് കിട്ടും. അങ്ങനെയാണ് ശനിയാഴ്ച രാവിലെ ഇവരെന്നെ പുറത്താക്കുന്നത്. വലിച്ച് അവിടുന്ന് ഓഫീസിൽ നിന്നും വെളിയിലാക്കിയിട്ട് ലിഫ്റ്റ് വഴി താഴെ കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടുവന്ന് തള്ളുമായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോളാം, നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ഞാൻ ആ ഏജൻസിയിലുള്ള സ്റ്റാഫിനോട് ചോദിച്ചു. നീ എവിടാന്ന് വെച്ചാൽ പോയി, എവിടാന്ന് വെച്ചാൽ പോയി പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് എന്നെ കാണാതെ പോയി. ഞാൻ അവിടെ ഓടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്ന വീട്ടിലെ സ്പോൺസറെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടെങ്കിൽ സ്പോൺസർക്ക് കഴിക്കാൻ വിളിച്ചു കൊടുക്കണം, അല്ല പകരം ആളെ കൊടുക്കണം. അപ്പൊ അവരെ കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ സാവകാശം വിശ്വസിച്ച് കഴിഞ്ഞിട്ട് പരാതിയൊക്കെ കഴിഞ്ഞു. എത്ര ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്.